ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. അപ്പം ഇന്നത്തെ 5 മണിയൊക്കെ ഇപ്പം എനിക്ക് സ്കൂളിലോട്ടൊന്ന് പോകണമായിരുന്നു. ഇന്ന് നമുക്ക് ജൂനിയർ റെഡ് ക്രോസ് JRCയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു സ്കൂളിൽ. ഡ്രീംസ് മാൾ വെച്ചായിരുന്നു. സ്കൂളിൽ ചെന്നിട്ടാണ് ഡ്രീംസ് മാളിലോട്ട് പോകേണ്ടത്. അപ്പം ഞാൻ സ്കൂളിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ സ്കൂളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി സ്കൂളിൽ ചെന്നിട്ട് അവിടെ നമ്മൾ ഡ്രീംസ് മാളിൽ പോകും. ഡ്രീംസ് മാൾ വെച്ച് നമുക്ക് ഡ്രഗ്സിനെതിരെ ഒരു ഫ്ലാഷ് മൂവ് ഉണ്ട്. അപ്പം ഞാൻ പഠിക്കുന്നത് ഇവിടെ NSM-GHS കൊട്ടിയത്തുള്ള ഗേൾസ് സ്കൂളിലാണ് കേട്ടോ. അപ്പം അവിടെ പഠിക്കുന്ന എന്തെങ്കിലും കുട്ടികളുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്കൂളിൽ നിന്ന് ഡ്രീംസ് മാളിലോട്ട് പോകും. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിലെത്തി. ഇതാണ് ഗേസ് എൻ്റെ സ്കൂൾ. അപ്പോൾ ഗീസ് ഇതാണ് നമ്മുടെ സ്കൂളും പരിസരവും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ മീറ്റ് ചെയ്തു. ഇതാണ് ഗീസ് എൻ്റെ ഫ്രണ്ട്സ് മൂസിനായ ഹനയും. അപ്പോൾ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഫിദയെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അവൾ വരാൻ പറ്റിയില്ല, 6 മണിക്ക് ആയതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റി. അപ്പം ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടൊരു ഊഞ്ഞാലൊക്കെയാണ് ഗീസ്. അപ്പോൾ അവരെന്തെങ്കിലും അങ്ങോട്ട് മിസ്സ് വിളിച്ചപ്പോൾ അവരങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ആടുകയാണ് ഗീസ്. അങ്ങനെ നമ്മൾ ഡ്രീംസ് മാളിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് ആ ഒരിത് പിടിക്കാനാണ്. ഞാനാണ് കേട്ടോ സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഫ്ലാഷ് മോബ് കളിക്കുന്നത് SPCയിലെ കുട്ടികളാണ് കേട്ടോ, സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്. അപ്പോൾ നമ്മൾ ഡ്രീംസ് മാളിലാണ് നിൽക്കുന്നത് അപ്പം അവിടെ പരിപാടി നടക്കുകയാണ്. ഇനി നിങ്ങൾ പരിപാടി കണ്ടിട്ട് അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ സ്കൂളിലെ പരിപാടി. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരുമായിട്ട് എടുത്ത പിക്ക് കുറച്ച് ഞാൻ ഇങ്ങോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതിൻ്റെ സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളതായിരുന്നു. ബൈ.